നമ്മുടെ മാതൃരാജ്യം ഇന്ന് ആശങ്കയുടെ നടുവിലാണ്. ഏത് നിമിഷവും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. വിമുക്തഭടന്മാരായ നമ്മൾ ഏത് നിമിഷവും യുദ്ധത്തിനുള്ളിലേക്ക് വിളിക്കപ്പെടാം. ഒരു പട്ടാളക്കാരൻ എപ്പോഴും യുദ്ധസന്നദ്ധനായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ പരേഡിൽ കാണാം. പിന്നെ എല്ലാവരും ഡൈ ചെയ്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കണം. ലൈക്ക് മീ. പെൻഷനായാലും മനുഷ്യർ ഒരു സ്വസ്ഥതയും കരുതില്ല. ഇയാൾ നമ്മളെ കൊല്ലും സാർ. അല്ല ചെയ്തവും സാറ്. അവനെ ഞാൻ പൂട്ടിയിട്ട് നിൽക്കുക. ഇനി പുറത്തു വിടില്ല. എന്താ പ്രശ്നം? നീ ഏത് സീരിയലിന്റെ ആളാ? കണ്ണീർപ്പാടത്തിന്റെ. കണ്ണീർപ്പാടം തന്നെയായി കുഴപ്പമുണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സീരിയലിലെ അവനൊരു കേണലിനെ കൊണ്ടുവന്നില്ലേ? കണ്ടവരൊക്കെ പറഞ്ഞു അത് അവന്റെ അച്ഛൻ തന്നെയാന്ന്. വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്ക് എന്താ കഥ? കേണലിനൊരു അവിഹിത ബന്ധവും അതിലൊരു കൊച്ചും. പിന്നെ അങ്ങേര് സഹിക്കോ? അല്ല കേണൽ സാറിന് ഇത്ര ദേഷ്യം വരണേല് ഇതില് വല്ല സത്യം ഉണ്ടാവോ? അവനെ ആരെ കുറിച്ചും അവിഹിതം എടുത്തില്ല. അവനെ വെളിച്ചം കാണില്ല. സഞ്ജു, അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വണ്ടി എടുത്തോ. ഇഞ്ചക്കാട് തറവാടിന്റെ പൂമുറ്റത്ത് മുളച്ചു പൊന്തിയ വിഷവൃക്ഷമാണ് നീ. പടർന്നു പന്തലിച്ചത് ഇഞ്ചക്കാടിനെ വിഴുങ്ങുന്നതിന് മുമ്പ് കടയോടെ വെട്ടിയിരിക്കും ഈ ഇഞ്ചക്കാട് രുക്മിണിയമ്മ. അതും പറഞ്ഞ് അവള് വാതിൽ കൊട്ടിയടക്കട്ടെ സേന. അവള് വാതിൽ കൊട്ടിയടച്ചു. വാതിൽ അവള് കുറെ പ്രാവശ്യം കൊട്ടിയടച്ചോട്ടെ. അങ്ങനെ അങ്ങോട്ട് എടുത്തോ. ഗായത്രിയുടെ നടുക്കം. നിസ്സഹായായി അവൾ പുറത്തേക്കിറങ്ങി നടക്കുന്നു. ഹമ്മിങ്. എന്താ ഹമ്മിങ്? എഴുത. അത് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതും കഴിഞ്ഞ് അതിന്റെ അടുത്ത എപ്പിസോഡിന്റെ ഓപ്പണിങ് അവള് പതുക്കെ സ്ലോ മോഷനിൽ നടന്ന് പോരട്ടെ. ഹലോ, അത് മതി. പതുക്കെ വന്നാ മതി. എന്നിട്ട് ഗേറ്റിൽ തലതല്ലി കരയട്ടെ. എന്നിട്ട് ഏങ്ങി കരഞ്ഞുകൊണ്ട് ഇഞ്ചക്കാട് തറവാടിനെ നോക്കി അവള് പറഞ്ഞു, എന്റെ പ്രൊഡക്ഷൻ മാനേജറെ. അവള് പറഞ്ഞു എന്റെ ഇഞ്ചക്കാട് മുത്തപ്പാന്നും പറഞ്ഞ് അവള് തലതല്ലി കരയട്ടെ. അതുവരെയൊക്കെ എടുത്തോ. ഞാൻ ആ കണ്ണീർ പാടത്തിന്റെ കാര്യം നോക്കട്ടെ. ഹലോ നസീറേ, ഞാൻ എത്താനത്തിരി വൈകുമല്ലോ. ഇവിടെ എല്ലാരും വെയിറ്റിംഗാ. ആണോ? എന്നൊരു കാര്യം ചെയ്യ്. അവിടെയുള്ള എല്ലാരും കൂടി ദുർഗയുടെ മുറി കയറി സാധനങ്ങളൊക്കെ വാരി വലിച്ച് പുറത്തേക്കിട്ടൊരു അന്വേഷണം നടത്തട്ടെ. നല്ല ബിൽഡപ്പിൽ എടുത്തോണം. ഒരു 5 മിനിറ്റ് കിട്ടണം. അപ്പോഴേക്കും ഞാൻ അങ്ങെത്തും. അല്ല ചുങ്കത്തറ, അവരെന്താ ഈ തിരയുന്നത്? അതൊക്കെ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടുന്നു. താൻ ഇതൊന്നും അങ്ങോട്ട് പിടിപ്പിക്കേ. ഞാൻ ആ ഭക്ത ഹനുമാനെ ഒന്ന് ഒതുക്കട്ടെ. ഇവന്റെ മോന്ത കണ്ടപ്പോൾ ഹനുമാൻ ഓർമ്മ വന്നത്. ദുർഗയുടെ റൂം സെർച്ച് ചെയ്യുന്ന സീന ഫുൾ ആർട്ടിസ്റ്റിനെ വിളിക്കും. അതെന്തിനാ സാർ സെർച്ച്? നീ പറയുന്നത് കേട്ടാ മതി. സോറി സാർ, എനിക്ക് പോലും അറിയില്ല. സെർച്ചിങ്ങിനുള്ള സെറ്റപ്പ് എന്താ സെർച്ച്? എന്നാലും എന്തിനായി നീ പറയുന്നത് കേട്ടാ മതി. ചുങ്കത്തറ പറ. തുളസി, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നേ? നിൽക്കുവല്ല, കിടക്കുക. ലക്ഷ്മണൻ ബോധം കെട്ട് വീണു, അതെടുത്തു. ഓ, ലക്ഷ്മണൻ ബോധം കെട്ട് കിടക്കുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നതല്ലേ? ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ. ഡോക്ടറോ? അത് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞ പുരാണകാലത്തെ ഡോക്ടറെ. മുനി വിത്ത് കമണ്ടലം വന്നിറങ്ങട്ടെ. മുഖത്ത് വെള്ളം തെളിക്കട്ടെ. ബോധം തെളിയുമ്പത്തേക്ക് ഞാൻ അങ്ങോട്ട് എത്തും. ഓക്കേ സതീഷ്, ഒരു ഡോക്ടർ മുനി. അല്ല സാറേ, ഈ ഡോക്ടർ മുനീർ മന്ത്രിയല്ലേ? അയ്യടാ, ഷാവെല്ലാം കഴിച്ചോ? കഴിച്ചു സാറേ. എന്നാ പോയി റെഡിയാവണം. എന്റെ ദേവിയെ, ഇന്നെങ്കിലും ഒരു ഡയലോഗ് കിട്ടിയാ മതിയായിരുന്നു. റൂം സെർച്ചിങ് ആക്ഷൻ. അങ്ങനെ വരട്ടെ. അല്ല സാർ, ഇപ്പൊ ഞാൻ എന്തിനാ കരയുന്നേ? അതിപ്പോ പറയുന്ന കേട്ടാ മതി. സീൻ തുടങ്ങട്ടേ ഉള്ളൂ. വില്ലറ്റുകളെ വിളിയോ. രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം യു ആൾ. മലയാളി സ്ത്രീ സമൂഹത്തിന്റെ അഭിമാനത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു അർബുദമാണ് ജയദേവൻ ചുങ്കത്തറയുടെ സീരിയലുകൾ.
യുക്തിക്ക് നിരക്കാത്ത ഊതിപ്പെരിപ്പിച്ച കുറെ സംഭവങ്ങളും ഈ ഗോഷ്ടി കാണിക്കുന്ന കുറെ പെൺകോലങ്ങളും അല്ലാതെ ആക്ച്വലി എന്താ നിങ്ങളുടെ സീരിയലുകളിൽ ഉള്ളത്? ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു സാമൂഹിക പ്രതിബദ്ധതയില്ലേ മിസ്റ്റർ? ഒരു മണ്ണാങ്കട്ടയില്ല. എന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് എന്നെ വിശ്വസിച്ച് പണം മുടക്കുന്ന പ്രൊഡ്യൂസറോടാ. അയാൾക്ക് 4 കാശ് കിട്ടണമെങ്കിൽ സീരിയലിന്റെ റേറ്റിംഗ് കൂട്ടണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരുടെ ജീവിതം വേണമെങ്കിലും എടുത്തത് ഇങ്ങനെ കൈകളിലിട്ട് അമ്മാനമാടി കളിക്കും. ഗോഷ്ടി കാണിക്കണമെങ്കിൽ കാണിപ്പിക്കും, കോലം കെട്ടിക്കണമെങ്കിൽ അതും കെട്ടിക്കും. ഹലോ, ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഇങ്ങോട്ട് നോക്കിയിരിക്കും, ഇങ്ങോട്ട് നോക്കി സംസാരിക്കുക. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ലല്ലോ, സൗകര്യമുള്ളവര് കണ്ടാൽ മതി. താങ്കളുടെ സീരിയലുകളിലെ എല്ലാ ദാമ്പത്യ ബന്ധങ്ങളും തകർച്ചയിലാണല്ലോ. അതെ, എല്ലാം തകർച്ചയല്ല, മൊത്തം കുടുംബമേ പോക്ക. അപ്പൊ കേരളത്തിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പരസ്പരം സംശയിക്കുന്നവരാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല എന്നൊക്കെ അഭിനയിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ സീരിയലുകളൊക്കെ നന്നായിട്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നവരാ. അപ്പോ നാളെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും എങ്ങനെ തന്നെ ആയിരിക്കും? എങ്ങനെ? അല്ല, നാളെ എന്റെ വിവാഹമെന്ന് മോളോട് ആരാ പറഞ്ഞത്? ഈ ജന്മത്ത് ഞാൻ വിവാഹം കഴിക്കില്ല. ഒരു പെണ്ണിനും എന്റെ ജീവിതത്തിൽ സ്ഥാനവും ഉണ്ടാവില്ല. ഹലോ സർ, അയ്യോ ഒന്ന് നിൽക്കൂ. പറയാനുള്ളതൊക്കെ ഞാൻ അകത്ത് വെച്ച് പറഞ്ഞതല്ലേ പെങ്ങളെ? അയ്യോ അതല്ല. പിന്നെ ആ കണ്ണീർപ്പാടം സീരിയലിലെ സുചിത്രയെ ഇങ്ങനെ വേദനിപ്പിക്കണോ? മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകളാണെന്നുള്ള കാര്യം ആ പാവത്തിനോട് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? അല്ല, കുറച്ചു മുമ്പ് അവിടെ നിന്ന് എന്തോ അർബുദമാണെന്നോ ക്യാൻസർ ആണെന്നോ അങ്ങനെ പറയുന്നുണ്ട്. പറയാൻ എളുപ്പമാ, പക്ഷെ കണ്ടിരിക്കുമ്പോഴാ ചങ്ക് കത്തുന്നത്. മോർണിംഗ് മധു. സുഖല്ലേ? ചേട്ടാ ഗുഡ് മോർണിംഗ് ശ്രീയല. അല്ല, ശ്രീകുമാറിന് സുഖല്ലേ? അന്വേഷണം പറഞ്ഞേ. കൊല്ലണ്ട. എന്തായി, തുടങ്ങിയില്ലേ? ഇല്ല, റിഹേഴ്സലാ. അടുത്ത സീൻ ഇപ്പൊ തരാൻ. കണ്ടുപിടിക്കോ? സർ നമസ്കാരം. വീണ്ടും നമസ്കാരം. ചായ